പി ജയരാജൻ വലിയ വിവാദങ്ങളിൽപ്പെട്ട് അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ വരുന്ന ഘട്ടമാണ്. അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നു. ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവ് ബി.ജെ.പി നേതാവ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല, ഒരു തവണ പോലും അവരെ കണ്ടിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇ പി ജയരാജൻ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്? എനിക്ക് ഒരു ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തും പറയാൻ പഠിക്കാത്തൊരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ടായി നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവർ പറഞ്ഞിട്ടുള്ള സ്ത്രീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാധ്യമക്കാർ സ്വതന്ത്രമായി അന്വേഷിച്ചിട്ട് പറയും. ഞാനിപ്പോൾ ഡൽഹി പോയൊരു കാലത്രേ, ഞാൻ ആകെ രണ്ട് വർഷത്തിനുള്ളിൽ ഡൽഹിയിൽ പോയത് ആകെ ഒരു പ്രാവശ്യമാണ് നമ്മുടെ സമരത്തിന്റെ കാര്യത്തിൽ. എനിക്ക് പറയുന്ന ഞാനിന്നിപ്പോൾ മാതൃഭൂമിയിൽ ആ വാർത്ത വായിച്ചു. എന്ത് ഡൽഹിയിൽ ഏത് ഹോട്ടലിലാണ് പോയി? ഞാൻ പോയാൽ അവിടെ താമസിക്കുന്ന കേരള ഹൗസിൽ മാത്രമാണ്. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം മനസ്സിലാകുന്നില്ലേ? ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ? എന്തെങ്കിലും വിളിച്ചു പറയുക, അത് കൊടുക്കാൻ കുറച്ച് മാധ്യമങ്ങൾ, അതുകൊണ്ടല്ലേ ഇതിങ്ങനെ വരുന്നത്? എന്തും വിളിച്ചു പറയുന്നത് കൊടുക്കുന്നൊരു രംഗം മാറാൻ പാടുണ്ടോ മാധ്യമരംഗം? തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരമൊരു ആരോപണവും ആ 2 ദിവസത്തിനുള്ളിലാണ് വരുന്നത്. അതിലെന്തെങ്കിലും വേറെന്തെങ്കിലും ആസൂത്രിതമായിട്ടുള്ളൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്ന് മാത്രമല്ല, അതിലൊരു പ്ലാനിംഗ് ഉണ്ട്. എന്നെപ്പോലെയുള്ള ഒരാൾ ബി.ജെ.പി പോകാൻ ആർക്കത് വിശ്വസിക്കാൻ കഴിയുക? പിന്നെ ഞാൻ ഈ ശോഭാ സുരേന്ദ്രൻ എടുക്കുക, ഞാൻ പോകാനോ? എന്ത് കണക്കാക്കിയിട്ടാ പറയുന്നത്? ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ ഒരു വിമതപക്ഷത്തേക്ക് നേതാവ് കൂടിയാണ്. കഴിഞ്ഞ നേരത്തെയൊക്കെ സുരേന്ദ്രനുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അവര് ബി.ജെ.പി തന്നെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതിന് ഞാൻ കാണാൻ പോകുന്നൊരു നേതാവ്, പരിഹാസം എനിക്ക് തോന്നുന്നത്. ആ സ്ത്രീക്ക് എന്താ പറ്റിയത്? ഈ ശോഭാ സുരേന്ദ്രൻ ഇടയ്ക്ക് CPM-ലേക്ക് വരും, അവിടെ ബി.ജെ.പിയിൽ അവർക്ക് വലിയ അവഗണനയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതിലെന്തെങ്കിലും ഇടപെടൽ ഇ പി നടക്കും? കാരണം ഇത്ര പല ഓപ്പറേഷനിൽ ഇ പി ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ ഇത്തരം ആ കാര്യത്തിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. ഇങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എനിക്ക് ഈ സ്ത്രീയെ അറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ അത്തരം കാര്യങ്ങളിലേ ഇടപെടാറില്ല. ശരിയായ നിലയിൽ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, പോവുക എന്നുള്ളതല്ലാതെ ഞാൻ അത്തരം കാര്യങ്ങൾ ഇടപെടുന്ന ശീലം എനിക്കില്ല, ഇടപെടാറുമില്ല. ഈ മുഖ്യമന്ത്രിയായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് അങ്ങ്. ഇങ്ങനെ ഒരു ഗൂഢാലോചന നടന്ന് അങ്ങയുടെ ഫ്ളാറ്റിലേക്ക് ഇത്തരം ഒരാൾ വരുമ്പോൾ, അങ്ങയുടെ മകന്റെ ഫ്ളാറ്റിലേക്ക്, അതൊന്ന് മുഖ്യമന്ത്രിയെങ്കിലും അറിയിക്കണ്ടായിരുന്നു? അല്ല, ഞാൻ പറയുന്നത് ആരൊക്കെ വരുന്നുണ്ട് മുഖ്യമന്ത്രിനെ അറിയിക്കേണ്ട എന്താ വിഷയമുള്ളത്? ഒരാൾ വഴിപോകുന്ന അവസരത്തിൽ എന്നെ പരിചയപ്പെടാൻ വേണ്ടി വരുന്നു. ഞാനിവിടെ കേരളത്തിൽ അവരുടെ ബി.ജെ.പിയുടെ ഒരു ഇതായിട്ടെന്തോ പ്രത്യേക ചുമതലക്കാരനായി പ്രവർത്തിക്കുന്നു. എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ഇതുവരെ പരിചയപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ട് പരിചയപ്പെടുന്ന വേണ്ടി മാത്രമാണ്. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത്? എന്നെ പരിചയപ്പെടാൻ വന്നിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയോട് പറയേണ്ട കാര്യം എന്താ? മറ്റാരോടും പറയേണ്ട കാര്യം എന്താ? ഞാനത് പലരും കാണാൻ വരുന്ന കൂട്ടത്തിൽ ഒരാൾ കാണാൻ വന്നു, പരിചയപ്പെട്ടു, പോയി, അത്ര തന്നെ, അത് തീർന്നു. പിന്നെ വേറെന്താ ഉണ്ടായത്? ഇതിനുശേഷം മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു ഈ വാർത്തയൊക്കെ പുറത്തു വന്നതിന് ശേഷം? അല്ല, ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ആവശ്യത്തിന് സംസാരിക്കാറുണ്ട്, കാണാറുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു ആസൂത്രിതമായ ഒരു ഗൂഢാലോചന എത്ര ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത്? ഇത് സംബന്ധിച്ച് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള നിയമപരമായ കാര്യങ്ങളും പിന്നെ ഇത് സംബന്ധിച്ച പരാതികളും ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യും. അന്വേഷണം ആവശ്യപ്പെടും സർക്കാരിനോടും? തീർച്ചയായും. കാരണം ഇത് ഒന്നുമില്ലാത്തൊരു കാര്യം വിളിച്ചു പറഞ്ഞ് പിന്നെ പറയില്ലേ. ഞാനുമായിട്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ലാത്തൊരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ ഞാനുമായി സംസാരിച്ചിരിക്കുന്നു, 3 വട്ടം സംസാരിച്ചിരിക്കുന്നു ഡൽഹിയിലെ ഹോട്ടൽ. ഞാനെന്ത് ഡൽഹിയിലെ ഹോട്ടലിൽ പോകുന്നു? എന്തെങ്കിലും അതിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ മാധ്യമക്കാർ പരിശോധിച്ചോ? ഞാൻ പറയുന്നത്, നിങ്ങൾ മാധ്യമക്കാർ 2-3 ആളെ ചുമതലപ്പെടുത്തി ആ സ്ത്രീയെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ആ സ്ത്രീയെ ഈ കാര്യത്തിൽ വെല്ലുവിളിക്കുകയാണല്ലോ. ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നില്ല, അതിനൊന്നും ആ സ്ത്രീ ഇല്ല. അതുകൊണ്ട് അതിനൊക്കെ ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം പരിശോധിക്കും. മകന്റെ പേരുമൊക്കെ ഇതിനകത്ത് ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട് ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിൽ. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൊച്ചിയിലൊരു ഹോട്ടലിൽ ഒരു കല്യാണത്തിന് എന്റെ മകൻ പോയി. അപ്പോൾ അവനവിടെ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താന്ന്. അപ്പോൾ അവൻ പറയുന്നത്, എനിക്ക് പരിചയമൊന്നുമില്ല, ഈ സ്ത്രീ വന്നിട്ട് ജയരാജന്റെ മകനാണല്ലേ എന്ന് പറഞ്ഞു. അതേന്ന് പറഞ്ഞു. ഓ ശരി, അങ്ങനെ 2-3 വർത്താനെന്തോ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഫോൺ നമ്പർ തരുമെന്ന് നമ്പർ കൊടുത്തു. ആ നമ്പർ കൊടുത്തതിന് ശേഷം ആ സ്ത്രീ ഇവനോട് വിളിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് കൊടുത്തു. ഇവൻ വിളിച്ചിട്ടില്ല. പിന്നെ ഈ സ്ത്രീയുടെ കുറെ പടം ഇങ്ങോട്ട് അയക്കും. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവന് തോന്നി ആ സ്ത്രീ ശരിയില്ല. പിന്നെ അതങ്ങ് ബ്ലോക്ക് ചെയ്തു. ഓൻ വിളിക്കാറുമില്ല, ഓനെ വിളിക്കാറില്ല. അല്ല, ഓൻ അങ്ങോട്ട് ഒരു കോള് പോലും അങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഈ കുടുംബത്തോടെയാണ് ഇപ്പം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് തോന്നുന്നു. അതെ, ഇതെല്ലാം എന്താ വെച്ചാൽ എന്തോ
താല്പര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. അത് പൂർണ്ണമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. നേരത്തെ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു, റിസോർട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോൾ അടുത്തൊരു BJP നേതാവാണ് ഇതിലൊരു കാര്യത്തിൽ വരുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അയാള് ഇതുവരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. നമ്മൾ നെറ്റിൽ നോക്കിയാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവില്ലേ? ഇന്ന് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് കമ്പനി ആക്ട് അനുസരിച്ച് ഇത് മുഴുവൻ നെറ്റിലില്ലേ? ആരാണ് കമ്പനിയുടെ ആള്, ആരാണ് ഇതിന്റെ ഉടമകൾ, എല്ലാം മനസ്സിലാവില്ലേ? അവിടെ ഞാൻ മുൻകൈയെടുത്ത് എൻ്റെ ഉപദേശ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ ആളുകൾ ചേർന്നുകൊണ്ട് ഒരു കമ്പനി ഉണ്ടാക്കി അത് റൺ ചെയ്തു പോകുന്നു. അവർ ചികിത്സാ രംഗത്ത് സംവിധാനം ആരംഭിക്കുന്നു. അവർ 2-3 കമ്പനിയുമായി ചേർന്ന് ചികിത്സ നടപ്പിലാക്കിയെങ്കിൽ അതിലൊന്നും അവർക്ക് വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഒരു പ്രൊഫഷണലായിട്ട് നിരാമയക്കാരുമായിട്ട് അവർ ബന്ധപ്പെടുന്നത്. അവരുമായിട്ട് ഇവർ 2 കൊല്ലം മുമ്പാണ്, ഇപ്പോഴൊന്നുമല്ല അത്, അവർ 2-3 കൊല്ലം മുമ്പാണ് അത് അതിന്റെ സ്റ്റാർട്ടിംഗ് ടൈം തന്നെയാണ് ചർച്ച ചെയ്ത് അവരുമായി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി അതിന്റെ ചികിത്സ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് അതിലുണ്ടായിട്ടുള്ളത്. അതിലെന്ത് രാജീവ് ചന്ദ്രശേഖരൻ, അത് ആ കമ്പനിയിൽ അദ്ദേഹത്തിന് ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ പലരോട് ചോദിച്ചു, നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ മനസ്സിലാവില്ലേ? പക്ഷെ എന്തും പറയുക, പ്രചരിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പശ്ചാത്തലം ഒരുക്കുക, എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ ക്ലബ് ചെയ്ത അടിസ്ഥാനരഹിതമായി പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക. ഇതൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ മാധ്യമക്കാർ ശ്രദ്ധിച്ചാൽ ഇത് മിനിറ്റ് കൊണ്ട് അവസാനിക്കും. നിങ്ങൾ ആരും ഇത്തരത്തിലുള്ള ഫ്രോഡ് വാർത്തകൾ കൊടുക്കില്ല എന്ന് വന്നാൽ ഇവരാർക്കും ഇങ്ങോട്ട് രംഗത്ത് വരാൻ കഴിയില്ല. എത്ര വിവാദങ്ങളായി EP ആയിട്ട് ബന്ധപ്പെട്ട്. അവിടെയൊക്കെ ഒരു ജാഗ്രത ഉണ്ടാക്കി, സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ എല്ലാവരുമായിട്ടും വളരെ അടുത്ത ബന്ധം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പൊ അതിലെന്തെങ്കിലും കുറച്ചുകൂടി ഒരു ജാഗ്രത വേണ്ടേ ഇനിയെങ്കിലും? ഈ ജാഗ്രത എന്ന് പറഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളും നല്ല റിസർവ്ഡായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും വന്ന് എന്നെ മിസ്ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും ആർക്കും സാധിക്കില്ല. അതിലെല്ലാം ഞാൻ ജാഗ്രതപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ചില എന്തെങ്കിലും ദൗർബല്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇനിയും ചൂണ്ടിക്കാണിച്ചാൽ പരിശോധിക്കാം. ചിലടത്തൊരു നോ പറയാനൊരു മടിയുണ്ട്. എന്ത് പറഞ്ഞത് എനിക്കെന്താ നോ പറയുന്നതിന് എനിക്കെന്താ മടി? എനിക്കതിൽ ഒരു കാര്യങ്ങളിൽ എനിക്ക് ഭയപ്പെടേണ്ട പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഇനിയെങ്കിലും അത്തരം കുറച്ചുകൂടിയൊക്കെ ഒന്ന് സൂക്ഷ്മത വേണ്ടേ? കാരണം തങ്ങിയപ്പോൾ ഇത്ര മുതിർന്ന നേതാവാണ്. ഈ ഒരു കൂട്ടം ആളുകൾ സംഘടിതമായി ആക്രമിക്കാൻ പുറപ്പെട്ടാൽ ആ ആക്രമണം പല രംഗങ്ങളിലും പല വിധത്തിൽ രൂപപ്പെട്ടു വരുമ്പോൾ കുറെ കൂടി ജാഗ്രത വേണം, കുറെ കൂടി ശ്രദ്ധ വേണ്ടതുണ്ടെന്നാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന പാഠം. ഈ ആരോപണം വന്നതല്ല, കാരണം ആരോപണം പലർക്കെതിരെയും ഇത്തരം ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നന്ദകുമാറിന്റെ ആരോപണത്തിനൊക്കെ അത്ര വിലയോ ഒരുപക്ഷെ പൊതുസമൂഹം കൊടുക്കുകയുള്ളൂ. പക്ഷേ അങ്ങ് കണ്ടു എന്ന് പറഞ്ഞതാണ് ശരിക്കും കേരളത്തെ ഞെട്ടിച്ചത്. പാർട്ടി പ്രവർത്തകർക്കും ഒക്കെ അതിൽ വലിയ ആശങ്കയുണ്ട്. EP ജയരാജനെ പോലെ നേതാവ് ഇങ്ങനെ പോകുമോ എന്ന ആശങ്ക. അവരോട് എന്താണ് പറയാനുള്ളത്? ആശങ്ക എന്ന് വെച്ചാൽ അത് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ജയരാജൻ BJP ഞാൻ BJP പോകാൻ ഇങ്ങനൊരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ സഹാക്കളിൽ ഉത്കണ്ഠ ഉണ്ടാവില്ലേ? അതല്ലേ കൊടുത്തത്. ഇങ്ങനെ അദ്ദേഹം പോകുമ്പോൾ യാഥാർത്ഥ്യമാണോ കൊടുത്തത്? യാഥാർത്ഥ്യമായി കൊടുത്തില്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെ ആരെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു തെറ്റായിട്ടുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല തയ്യാറെടുപ്പ് നടത്തി. ആ തയ്യാറെടുപ്പ് നടത്തിയിട്ട് ഒരു വാർത്ത ഉണ്ടാക്കി. കുറെ മാധ്യമങ്ങൾ ചേർന്നുകൊണ്ട് തന്നെയാണ് വാർത്ത ക്രിയേറ്റ് ചെയ്തത്. അവർക്കൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം അവർ നേടിയെടുക്കാൻ വേണ്ടി വാർത്ത കൊടുത്തു. അപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നമാണ്. ഈ സഖാക്കൾക്ക് ആശങ്കയുണ്ടെന്ന് അങ്ങേക്കും അറിയാം. ഈ ആശങ്ക മാറാൻ EP ജയരാജൻ അവർക്ക് അത്രയധികം വേണ്ടപ്പെട്ട നേതാവാണ്. ഒരു ധീരനായ നേതാവായിട്ട് അങ്ങേ കണ്ണൂരുകാർ ഉൾപ്പെടെ നേതാക്കൾ കാണുന്നത്, പ്രവർത്തകർ കാണുന്നത്. അവരുടെ ആശങ്ക മാറ്റാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആശങ്ക അവർക്ക് ഇപ്പോൾ തന്നെ ഏതാണ്ട് ആശങ്കയില്ലമാർ ഇതിനെ തട്ടിപ്പും എന്റെ വ്യക്തിപരമായി ആക്രമിക്കാനും വേണ്ടിയിട്ടുള്ള സംഘടിതമായ നീക്കമാണ് നടക്കുന്നത് എന്നുള്ളത് പാർട്ടി സഖാക്കൾക്കൊക്കെ ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ കൂടുതൽ അത് ബോധ്യപ്പെടും. ഈ വോട്ടെടുപ്പ് ദിവസമാണ് ഇങ്ങനെ ഒരു അങ്ങ് സമ്മതിച്ചത്, ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അത് വോട്ടെടുപ്പിനെ ബാധിക്കുന്ന തരത്തിൽ വലിയ പ്രചരണമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഈ ഇലക്ഷനെ ബാധിച്ചിട്ടുണ്ടാകും? അതും ഇത്തരത്തിലുള്ള ഒരു ആസൂത്രിത പ്രചരണത്തിന്റെ ഭാഗമായി പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. അതിലെല്ലാം ഒരു കേന്ദ്രമുണ്ടെന്ന് എനിക്കറിയാം. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാനിംഗ് പദ്ധതിയാണിത്. ഒരു നിസ്സാരമായി വന്ന് പറയുന്നില്ല, ഒരു പ്ലാനിംഗ് ആണത്. അത് വളരെ ആസൂത്രിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ തലേന്നാണല്ലോ ഈ വാർത്ത മുഴുവൻ നിങ്ങളെ മാധ്യമങ്ങളിൽ വന്നത്. തലേന്നാണല്ലോ നിങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിച്ചത്. എന്തുകൊണ്ട് ജയരാജൻ നിഷേധിച്ചില്ല എന്നുള്ള തലേന്ന് മുഴുവൻ നിങ്ങളുടെ വാർത്താ ചർച്ചയിലും ചോദ്യങ്ങളിലും ഒക്കെ പ്രധാന വിഷയമായിരുന്നല്ലോ. അതിനുശേഷം ഞാൻ പത്രക്കാരെ കാണുന്ന പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ചോദിക്കുന്നവർ നിങ്ങൾ നിഷേധിച്ചില്ലല്ലോ, ഞാനത് ഈ കാര്യം കൂടി പറയുന്നില്ലെങ്കിൽ എന്താ വരിക? ഇത് ശരിയാണ്, നിഷേധിച്ചില്ല, ഇത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പുതിയ വാർത്തകൾ ഉണ്ടാക്കൂലേ?
ആ വാർത്തകൾ വരാതിരിക്കാൻ എന്ന് മാത്രമല്ല, ഈ വാർത്ത നേരെ ലിങ്ക് ചെയ്ത് മുഖ്യമന്ത്രിയിലേക്ക് ഈ കാര്യങ്ങളിൽ അനാവശ്യമായി വലിച്ചെടുക്കല്ലേ. അപ്പോൾ ഈ കാര്യം പറയുന്നതായിരിക്കും ഗുണം എന്ന നിലയിൽ തന്നെയാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ അതും ഒരു ആസൂത്രിതമായ പ്രചരണത്തിന്റെ ഭാഗമാണ്. അതാണ് ഈ പ്രതിപക്ഷ എനിക്ക് നേരെ ആക്രമണം നടത്തുന്നതിന്റെ ഒരു പതിപ്പാണത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞത് അങ്ങ് മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരൻ, മുഖ്യമന്ത്രിയുടെ മനസാക്ഷിയാണ് അങ്ങ്. ആ മുഖ്യമന്ത്രി പറയാതെ അങ്ങ് ഇത് കാണാൻ പോകില്ല, മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്തോ ഡീൽ ചെയ്യാൻ പോകുന്നതാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവും ഈ ശോഭാ സുരേന്ദ്രന്റെ നിലവാരത്തിലേക്ക് താഴരുത്. പറയുന്നോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള ധാരണയോടുകൂടി വേണം അദ്ദേഹം സംസാരിക്കാൻ. ഇത് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളാണ്. അപ്പൊ അതെല്ലാം ഞാൻ അർത്ഥത്തിന് തള്ളിക്കളയുകയാണ്. ആദ്യം ദല്ലാൽ നന്ദകുമാർ പറയുന്നു, പിന്നീട് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. അതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് പിന്നീട് പറയുന്നത് KPCയുടെ മുൻ അധ്യക്ഷനാണ്, കണ്ണൂരിലെ സ്ഥാനാർത്ഥിയാണ്, അങ്ങയുടെ ആത്മസുഹൃത്തുമാണ് കെ സുധാകരൻ. സുധാകരൻ പറഞ്ഞു ഞാൻ ദുബായിൽ വെച്ചിട്ടാണ് ചർച്ച. പിന്നെ ചിലർ പറഞ്ഞു ഞാൻ തൃശ്ശൂർ വെച്ചിട്ടാണ്. ഇതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ആർക്കെങ്കിലും മറച്ചു വെക്കാൻ സാധിക്കുമോ? ഞാൻ തൃശ്ശൂർ പോയിട്ടുണ്ടോ ഇല്ലയോ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും ഇപ്പം അറിയില്ലേ. ഒന്ന് പറഞ്ഞ് അത് തെറ്റാണെന്ന് പിന്നെ സ്ഥാപിക്കപ്പെടുമ്പോൾ ഉടനടി വേറെ. ഇത് ഇത്തരത്തിലൊരു എന്തും വിളിച്ചു പറയാൻ മടി കാണിക്കാത്ത ഒരു സ്ത്രീയുടെ വാക്കുകൾ ഇങ്ങനെ മാധ്യമങ്ങൾ എടുത്ത് ഈ രാഷ്ട്രീയത്തെ മലീനസമാക്കരുത്. ഈ സുധാകരൻ നേരത്തെ കോൺഗ്രസിൽ പോകാൻ തയ്യാറെടുത്തു എന്നൊക്കെ വാർത്തകളുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു, വിളിച്ചിട്ടുണ്ട്, വേണ്ടി വന്നാൽ പോകുമെന്നും പറഞ്ഞു. ഇപ്പോ അങ്ങ് തിരിഞ്ഞിപ്പോ അങ്ങക്ക് നേരെയാണ് ഈ ആരോപണം വരുന്നത്. ഞാൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞ്, അതായത് സുധാകരൻ BJPയിലേക്ക് പോകാൻ പോകുന്നു, രാജ അദ്ദേഹത്തെ ക്ഷണിച്ചു, അമിത്ഷായെ കാണാൻ പോയി. ഈ കാര്യമെല്ലാം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിയുമ്പോൾ ഞാൻ BJPയിലേക്ക് ചേരാൻ പോകുന്നു. അത് തന്നെ കാര്യങ്ങൾ വ്യക്തമല്ലേ, ആസൂത്രിതമാണെന്നുള്ളത്. ഞാൻ ഉന്നയിച്ചൊരു പ്രശ്നം പിന്നെ ഞാൻ തന്നെ പോകുന്നു പറഞ്ഞ് വാർത്ത ഉണ്ടാക്കുക, ഇതൊക്കെ വളരെ സംഘടിതമായിട്ടുള്ള ആസൂത്രിതമായിട്ടൊരു പ്ലാനിംഗ് ആണ്. അപ്പൊ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ UDFും സുധാകരനെ കൊണ്ടെന്നാണ് അങ്ങ് പറയുന്നത്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. അങ്ങനെ കരുതുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കൂ. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ മാധ്യമക്കാർ ഒന്ന് പരിശോധിച്ചിട്ട് പറയൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ വലിയ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അങ്ങ് കണ്ണൂരും കാസർഗോഡും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ആളാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി എത്രത്തോളം സാധ്യത? പക്ഷേ ജനാധിപത്യ മുന്നണി നല്ല വിജയം നേടും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഈ വടകര ഉൾപ്പെടെ ഉള്ള മണ്ഡലം നല്ല പ്രതീക്ഷയാണുള്ളത്. നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നു. നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നു. ജനങ്ങളിൽ വലിയ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വലിയ മാറ്റം ഇവിടെയുണ്ട്. BJP അക്കൗണ്ട് തുറക്കുമെന്ന് അവർ വലിയ അവകാശവാദം ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. BJP അക്കൗണ്ട് തുറക്കാനുള്ള ഒരു സാധ്യതയും കേരളത്തിലില്ല. പിന്നെ ഇനി UDFും BJPയും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് മാത്രമേ ഈ റിസൾട്ട് വന്നാൽ അത് വ്യക്തമാവും. അങ്ങനെ നടക്കാനുള്ള സാധ്യതയുണ്ടോ? എന്താ, അവർ തമ്മിൽ വലിയ ആത്മബന്ധങ്ങളാണ്. അവരും വന്നൊരു ആന്തരിക ബന്ധമുണ്ട്. ഇടതുപക്ഷത്തെ എതിർക്കാൻ ഇവരെല്ലാ സ്ഥലത്തും ഒരു പ്ലാറ്റ്ഫോമിലാണ്, അത് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇവിടെ ഓരോ കാര്യങ്ങൾ നടത്തുന്നത്. ആദ്യത്തെ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ പിറ്റേ ദിവസം BJP ഏറ്റെടുക്കും. അപ്പോൾ BJPയും UDFും തമ്മിലുള്ള നല്ല ബന്ധം ഇവിടെയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP, അതാണ് ഇവിടുത്തെ അവസ്ഥ. അത് തുറന്നു കാട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ BJPയും UDFും തമ്മിൽ വലിയ അകൽച്ചയില്ലാത്തൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കച്ചവടം നടക്കാനുള്ള സാധ്യത ഏറെയുണ്ട്. അതിന് നല്ല സാധ്യത ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ കച്ചവടം നടന്നാൽ അത് മറികടന്ന് വരാനുള്ള ഒരു കരുത്ത് ഇടതുമുന്നണിക്കുണ്ടോ ഈ സമയത്ത്? അത് നമുക്ക് അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് പറയാം. എന്നാലും മികച്ച വിജയപ്രതീക്ഷയാണ് ഇപ്പോഴും ഉള്ളത്. അതിന്റെ റിസൾട്ട് വിജയപ്രതീക്ഷ തന്നെയാണ്. അതുതന്നെയാണ് ശ്രീ EP ജയരാജനാണ് പറഞ്ഞത്. ഈ വിവാദങ്ങളിൽ നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അദ്ദേഹം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനാണ് തിരുവനന്തപുരത്ത് എത്തിയത്. ആ യോഗത്തിൽ അദ്ദേഹം സ്വാഭാവികമായി എത്ര കാര്യങ്ങൾ അദ്ദേഹം പറയാൻ കഴിയില്ല സംഘടനാ രീതി വെച്ച്. ഒരുപക്ഷെ ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്ക് വന്നാൽ അദ്ദേഹം അവിടെ നിലപാട് പറയും. എന്താണ് സംഭവിച്ചത്, തനിക്ക് നടന്ന ഗൂഢാലോചന, അതിലിപ്പോൾ ഒരു അന്വേഷണം അടക്കം EP ജയരാജൻ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. ഒരുപക്ഷെ EP അത്രയധികം പ്രധാനപ്പെട്ട നേതാവാണ് CPMന്, പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയത്തിൽ അത്തരമൊരു നേതാവ്
നേതാവിനെതിരെ ഒരു വലിയ ഗൂഢാലോചന നടന്നുവെന്ന് വിശ്വസിക്കുന്നവരും CPM-ലുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ ആ നിലപാടുകൾ അദ്ദേഹം ഇന്ന് സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പറയും. അതിനുശേഷം CPM അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. ഏതായാലും EP ജയരാജൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അത് ഈ ആരോപണത്തെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന കാര്യത്തിലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാവുമെന്ന കാര്യത്തിലും മുന്നണിയുടെ കൺവീനർ വലിയ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ AKG സെന്ററിന് എതിർവശത്തുള്ള അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഇന്ന് പങ്കെടുക്കില്ലാത്ത തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് EP ജയരാജൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് മുമ്പിൽ പറയുമെന്ന് തന്നെ നമുക്ക് കരുതാം.